ത്തേക്ക് മാത്രം നിങ്ങളുടെ ശ്രദ്ധയെ തിരുവചനത്തിലേക്ക് തിരിക്കുവാനായി താല്പര്യപ്പെടുന്നു. आखिरी में जोशी के लिए थोड़ा सा दिनों से मनन करते आ रहे थे द आई एम सेइंग्स ऑफ क्राइस्ट. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നാം ചിന്തിച്ചു വരികയായിരുന്നു യേശു ക്രിസ്തുവിൻ്റെ ഞാനാകുന്നു എന്നുള്ള ഘോഷണം. प्रभु यीशु मसीह ने खास तौर पर 7 घोषणाएं किया मैं हूं. യേശു ക്രിസ്തു വിശേഷമായി 7 ഞാനാകുന്നു എന്നുള്ള കാര്യങ്ങളെ പറഞ്ഞിട്ടുണ്ട്. बाइबल का परमेश्वर के नाम ही द ग्रेट आई एम. ബൈബിളിലെ ദൈവത്തിൻ്റെ പേര് തന്നെ ഞാൻ ആകുന്നു എന്നുള്ളതാണ്. तो प्रभु यीशु मसीह जब मनुष्य बनकर धरती पर आया तो मसीह अपने आप को परमेश्वर पिता के साथ जोड़ करके कहा. മനുഷ്യനായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നപ്പോൾ പോലും യേശു ക്രിസ്തു തന്നെ തന്നെ പിതാവിനോട് യോജിച്ച് ചേർത്തുകൊണ്ടാണ് പറഞ്ഞത്. हम लोगों ने पिछले दिनों में सीख चुके हैं द human Jesus didn't give up his deity. It was not an abstraction of his divinity, but it was an addition of humanity. यीशु जब जगत में आया तो उसका मतलब यीशु का परमेश्वरत्व को त्यागना नहीं था, परंतु उसके साथ मनुष्यत्व को भी जोड़ना था. യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് തൻ്റെ ദൈവത്വത്തെ പൂർണ്ണമായി ഉപേക്ഷിച്ചുകൊണ്ടല്ല, തൻ്റെ ദൈവത്വത്തോടൊപ്പം മനുഷ്യത്വത്തെയും കൂടെ യോജിപ്പിച്ചുകൊണ്ടാണ് ഭൂമിയിലേക്ക് വന്നത്. പൂർണ്ണമായെന്ന് മാത്രമല്ല, ഒട്ടും തന്നെ ഉപേക്ഷിച്ചുകൊണ്ടല്ല. तो प्रभु यीशु मसीह जब जगत में आया, मनुष्य बनकर के रहा, तब भी वह पूरा पूरा परमेश्वर था. മനുഷ്യനായി ഭൂമിയിലേക്ക് വന്ന യേശു ക്രിസ്തു അപ്പോഴും പൂർണ്ണമായും ദൈവമായിരുന്നു. इसीलिए प्रभु यीशु मसीह ने कहा मैं हूं. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത് ഞാൻ ആകുന്നു എന്നുള്ളത്. सबसे पहला घोषणा क्या था? ആദ്യത്തെ എന്തായിരുന്നു ഞാൻ ആകുന്നു എന്നുള്ളത്? आई एम द ब्रेड ऑफ लाइफ. जीवन की रोटी मैं हूं. ഞാൻ ജീവന്റെ അപ്പം ആകുന്നു. और दूसरा घोषणा क्या था? രണ്ടാമത്തേത്, जोर से बोलो, बाकी समय में जैसे बोलता उतना ही आवाज में बोलते हो. आई एम द लाइट ऑफ द वर्ल्ड. जगत की ज्योति मैं हूं. ലോകത്തിന്റെ വെളിച്ചം ഞാനാകുന്നു. उसके बारे में हम पिछले हफ्ता मनन करना शुरू की. കഴിഞ്ഞയാഴ്ച അതിനെപ്പറ്റി നാം ചിന്തിക്കുവാനായി തുടങ്ങി. उसमें हम आखिरी में ये देखे थे वी आर कॉल्ड द चिल्ड्रन ऑफ लाइट. हमारा नाम प्रभु ने हमें बुलाया है ज्योति के समुदाय. ദൈവം തന്നെ നമ്മെ വിളിച്ചിരിക്കുന്നത് വെളിച്ചത്തിന്റെ മക്കളാകുന്നു എന്നുള്ളതാണ് കഴിഞ്ഞയാഴ്ച നാം അവസാനമായി ചിന്തിച്ചത്. या लूका 16 अध्याय में से हमने देखा था, उसकी 8वां पद से हम ज्योति के संतान हैं. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 8-ാം വാക്യത്തിൽ നിന്ന് നാം വെളിച്ചത്തിന്റെ മക്കൾ എന്നുള്ളതിനെ പറ്റി ചിന്തിക്കുകയുണ്ടായി. उसका कारण हमने 2 बात को देखा. അതിന്റെ കാരണമായി 2 കാര്യങ്ങൾ നാം ചിന്തിച്ചു. पहला, परमेश्वर का प्रकाशन हमें हुआ है. ഒന്നാമത്തേത് ദൈവത്തിൻ്റെതായ വെളിപ്പാട് നമുക്ക് ലഭിച്ചു. परमेश्वर को हम पहचान पाए. ദൈവത്തെ നാം തിരിച്ചറിഞ്ഞു. और दूसरी बात, इतना ही नहीं कि हमने परमेश्वर को पहचाना, परंतु दिखाना, परंतु यह कि हम परमेश्वर को पहचानने लायक बने हैं. നാം തിരിച്ചറിഞ്ഞു എന്ന് മാത്രമല്ല, തിരിച്ചറിയുവാനായി നമുക്ക് हमारे मन की आंखों को परमेश्वर ने ऐसे ज्योतिर्मय की कि हम परमेश्वर को पहचान सके. നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണുകളെ ദൈവത്തെ തിരിച്ചറിയുവാനായി തുറന്നു തന്നു. Yeah, we received in the new birth the capacity to have a divine revelation. ईश्वरीय प्रकाशन को प्राप्त करने की क्षमता परमेश्वर ने हमें नया जन्म में दिया है. ദൈവീയ വെളിപ്പാട് പ്രാപിക്കുവാനുള്ള കഴിവ് നാം പുതുജീവിതത്തിലേക്ക് വന്നപ്പോൾ ദൈവം നമുക്ക് തന്നു. हमारे आंखें खुल गए.
നമ്മുടെ കണ്ണുകൾ തുറന്നു. हमने परमेश्वर की चमक को देखा. ദൈവത്തിൻ്റെതായ പ്രകാശത്തെ നാം കണ്ടു. प्रभु यीशु मसीह को पहचान पाए. ദൈവത്തെ നാം തിരിച്ചറിഞ്ഞു. मसीह को हम पहचान पाए, ക്രിസ്തുവിനെ നാം തിരിച്ചറിഞ്ഞു. जो परमेश्वर का प्रतिरूप है. ദൈവത്തിന്റെ പ്രതിരൂപമായ ക്രിസ്തുവിനെ നാം തിരിച്ചറിഞ്ഞു. आगे मैं आपको चंद मिनट ये बताना चाहूँगा द स्क्रिप्चुरल सिग्निफिकेंस और मीन्स ऑफ लाइट, मीनिंग्स ऑफ लाइट. वचन के अनुसार ज्योति का मतलब क्या है? ദൈവവചന പ്രകാരം വെളിച്ചത്തിന്റെ അർത്ഥം എന്താണ് എന്നുള്ളത് നമുക്ക് മുമ്പോട്ട് ചിന്തിക്കാം. उसका एक लिटरल मीनिंग है, एक शाब्दिक अर्थ है. ज्योति माने ज्योति. അതിൻ്റെ ഒരു അർത്ഥം ഇതാണ്, ലിറ്ററൽ ആയിട്ടുള്ള അർത്ഥം. വെളിച്ചം എന്ന് പറഞ്ഞാൽ വെളിച്ചം. लेकिन उससे हट करके मेटाफोरिकल यूसेजेस और रूप सदृश्यों को या फिर दृष्टांतों में रोशनी करके, प्रकाश करके जो कहा गया, वो बात मैं आपके सामने रखूं. രൂപകാത്മകമായി പ്രകാശത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ഇന്ന് പകലിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുവാനായി करीब താല്പര്യപ്പെടുന്നു. 12 बातें हैं. 12 കാര്യങ്ങളുണ്ട്. पहला, ഒന്നാമത്തേത് ग्लोरी ऑफ गॉड्स ड्वेलिंग प्लेस. ज्योति का मतलब है कि परमेश्वर की उपस्थिति की महिमा. വെളിച്ചത്തിന്റെ അർത്ഥം ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ മഹത്വം എന്നുള്ളതാണ്. पहला तिमोथियुस 6 का 16वां पद में हम वो पढ़ते हैं. 1 തിമോത്തിയോസ് 6:16 വാക്യത്തിൽ നാം അത് കാണുന്നു. या 15 से लेकर के पदों में पौलुस उस बात को बताया. 1 തിമോത്തിയോസ് 6:15 മുതലുള്ള വാക്യങ്ങളിൽ പൗലോസ് ആ കാര്യങ്ങൾ പറയുന്നുണ്ട്. The light means the glory of God's dwelling place. परमेश्वर की उपस्थिति की महिमा के लिए ज्योति कहा गया है. ദൈവീയ സാന്നിധ്യത്തിന്റെ മഹത്വത്തിനാണ് വെളിച്ചം എന്ന് പറയുന്നത്. जल्दी उन बातों को बोल के मैं छोड़ूं, व्याख्या करने के लिए रुकूंगा नहीं. പെട്ടെന്ന് തന്നെ കാര്യങ്ങളെ പറഞ്ഞു നിർത്തുവാനായി താല്പര്യപ്പെടുന്നു. दूसरी बात, രണ്ടാമത്തേത്, the very nature of God. परमेश्वर का प्रकृति, परमेश्वर का स्वभाव को भी ज्योति के द्वारा दर्शाया जाता है. ദൈവത്തിന്റെ സ്വഭാവത്തെ വെളിച്ചത്തിലൂടെ വെളിപ്പെടുത്തുന്നു. पहला यूहन्ना 1:5. 1 യോഹന്നാൻ 1:5. वहां हम पढ़ते हैं परमेश्वर ज्योति है, गॉड इज लाइट. അവിടെ നാം വായിക്കുന്നു ദൈവം വെളിച്ചമാകുന്നു എന്നുള്ളത്. उसका मतलब परमेश्वर का स्वभाव क्या है? क्या है? इसका मतलब कृपा अबिता. When we say God is light and it is God's nature, what does it actually mean? क्या सिमरन? उन्हें यार? There is no? उससे बढ़कर है. God is holy. Yeah. The very nature of God is said to be the light, means God is holy. परमेश्वर ज्योति है, उसका मतलब है कि परमेश्वर पवित्र है. ദൈവം വെളിച്ചമാകുന്നു എന്നുള്ളതിന്റെ അർത്ഥം ദൈവം പരിശുദ്ധനാകുന്നു എന്നുള്ളതാണ്. वो है परमेश्वर का स्वभाव. അതാണ് ദൈവത്തിന്റെ സ്വഭാവം. समझ में आ रहा ना? मेरे साथ है? ठीक है. तीसरी बात, മൂന്നാമത്തേത്, it shows the impartiality of God. परमेश्वर की पक्षपात रहित अवस्था को दर्शाता है. ദൈവത്തിന്റെ മുഖപക്ഷമില്ലാത്ത അവസ്ഥയെ അത് കാണിക്കുന്നു. മൂന്നാമത്തേത്, याकूब 1 का 17वां वचन, യാക്കോബിന്റെ ലേഖനം 1:17 വാക്യം, कि परमेश्वर में कोई पक्षपात नहीं है. ദൈവത്തിന് മുഖപക്ഷമില്ല. कि God is impartial. ദൈവം മുഖപക്ഷമില്ലാത്ത ദൈവമാണ്. वो परमेश्वर ज्योति है बोलने से
उसका वो मतलब है. ദൈവം വെളിച്ചമാകുന്നു എന്നുള്ളത് മുഖപക്ഷമില്ലാത്ത ദൈവമാകുന്നു എന്നുള്ളതിനെ കുറിക്കുന്നു. चौथी बात, നാലാമത്തേത്, the light represents the favor of God. परमेश्वर की अनुग्रह को दर्शाता है ज्योति. ദൈവത്തിന്റെ कृपा കൃപയെ കാണിക്കുന്നു വെളിച്ചം. അല്ലെങ്കിൽ മുഖപ്രകാശം. The favor of God, परमेश्वर का अनुग्रह को दर्शाता है. ദൈവത്തിന്റെ മുഖപ്രകാശത്തെ അത് കാണിക്കുന്നു. भजन संहिता 4:6. സങ്കീർത്തനങ്ങൾ 4:6. तो परमेश्वर ज्योति या परमेश्वर की ज्योति इस बात को दर्शाता है कि परमेश्वर किसी व्यक्ति पर अपना मुख का चमक को दर्शाता है, प्रकट करता है. ദൈവം വെളിച്ചമാകുന്നു എന്നുള്ളത് ദൈവത്തിന്റെ മുഖപ്രകാശം ഒരു വ്യക്തിയുടെ മേൽ നൽകുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. इसीलिए प्रभु यीशु मसीह के बारे में हम पढ़ते हैं कि जब प्रभु यीशु संसार में आया वो अनुग्रह और सच्चाई से परिपूर्ण होकर हमारे बीच में डेरा किया. അതുകൊണ്ടാണ് നാം യേശുക്രിസ്തുവിനെ പറ്റി വായിക്കുന്നത് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്നുള്ളത്. यीशु मसीह के बारे में और बपतिस्मा दाता यूहन्ना के बारे में भी हम पढ़ते हैं कि मनुष्य और परमेश्वर की फेवर में, अनुग्रह में वे बढ़ते रहे. യേശുക്രിസ്തുവിനെ കുറിച്ചും സ്നാപക യോഹന്നാനെ കുറിച്ചും നാം പറയുന്നത് ദൈവത്തിനും മനുഷ്യർക്കും പ്രീതിയുള്ളവരായിരുന്നു അവർ. तो कभी कभी हम लोग बोलते हैं ना, उनके चेहरे में देखो क्या ग्रेस है. നാം ചിലപ്പോഴൊക്കെ പറയാറുണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കുക എന്തൊരു പ്രകാശമാണെന്ന്. वो ग्रेस का मतलब वो ग्रेस नहीं, ठीक है, जो अक्सर हम सोचते हैं, दैट ग्लो, दैट ग्लेजनेस, दैट विशेष क्या बोलते हैं, वो प्रकाश को दर्शाता है. ആ കൃപ എന്നുള്ളത് നാം ചിന്തിക്കുന്ന കൃപയല്ല, അതൊരു പ്രത്യേക വെളിച്ചത്തെയാണ് അത് കാണിക്കുന്നത്. ठीक है. पांचवी बात, അഞ്ചാമത്തെ കാര്യം, God the illuminator of his people, जो अपने लोगों को ज्योतिर्मय करने वाला परमेश्वर. തന്റെ ജനത്തെ വെളിച്ചമുള്ളവരാക്കി തീർക്കുന്നവനായ ദൈവം. यशाया 60, 19 और 20. യെശയ്യാ പ്രവചനം 60-ാം അധ്യായം 19-ഉം 20-ഉം വാക്യങ്ങൾ. कि God is the illuminator of his people. He illuminates the lives of his chosen ones. परमेश्वर के चुने हुओं के जिंदगी को परमेश्वर ज्योतिर्मय बनाता है. ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിന്റെ ജീവിതത്തെ ദൈവം വെളിച്ചമുള്ളതാക്കി തീർക്കുന്നു. उसका मतलब हर एक प्रकार की आशीषों से उन्हें प्रभु भरता है. അതിന്റെ അർത്ഥം എല്ലാ വിധത്തിലുള്ള അനുഗ്രഹത്താലും ദൈവം അവരെ നിറയ്ക്കുന്നു. किसी भी प्रकार की भली वस्तु की कमी उन्हें होने नहीं देता है. യാതൊരു വിധത്തിലുള്ള നന്മയ്ക്കുള്ള കുറവും അവർക്കുണ്ടാകുകയില്ല. तो उस रीति में परमेश्वर की वचन में ज्योति का इस्तेमाल हुआ है. അങ്ങനെ ദൈവവചനത്തിൽ വെളിച്ചത്തെ ഉപയോഗിച്ചിരിക്കുന്നു. छठवीं बात, ആറാമത്തേത്, प्रभु यीशु मसीह मनुष्यों को ज्योतिर्मय करने वाला ज्योति के तौर पर बताया गया है. യേശുക്രിസ്തു മനുഷ്യന് അവരുടെ ഉള്ളിൽ വെളിച്ചം നൽകുന്നതായ വെളിച്ചമായി അവിടെ കാണപ്പെടുന്നു. यूहन्ना 1:4, 5 और 9. യോഹന്നാൻ 1:4, 5, 9 വാക്യങ്ങൾ. प्रभु यीशु मसीह मनुष्यों को प्रकाशित करने वाला ज्योति था. മനുഷ്യന് വെളിച്ചം നൽകുന്ന വെളിച്ചമായിരുന്നു യേശുക്രിസ്തു. അവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. और यूहन्ना 3:19, യോഹന്നാൻ 3:19, 8:12, 8:12, यूहन्ना 9:5, യോഹന്നാൻ 9:5, 12:35 और 36 और 46. 12:35, 36, 46 വാക്യങ്ങൾ. प्रेरितों के काम 13:47. അപ്പോസ്തല പ്രവൃത്തി 13:47. इन सारे भागों में हम पढ़ते हैं कि प्रभु यीशु मसीह मनुष्यों को क्या करता रहा?
चमकाता यानी ज्योतिर्मय बनाता रहा. ഈ വാക്യങ്ങളിലെല്ലാം യേശു ക്രിസ്തു മനുഷ്യനെ പ്രകാശമുള്ളവനാക്കി വെളിച്ചമുള്ളവനാക്കി തീർക്കുന്നു എന്ന് കാണുന്നു. मनुष्य वैसे तो अंधकार से भरा है. മനുഷ്യൻ സാധാരണയായി അന്ധകാരത്താൽ നിറയപ്പെട്ടവരാണ്. उसका हृदय अंधकारपूर्ण है. അവന്റെ ഹൃദയം അന്ധകാരപൂർണിതമാണ്. अंधकार की अधिपति के द्वारा चलाया जाता है. അന്ധകാരത്തിന്റെ അധിപതിയാൽ നയിക്കപ്പെടുന്നവരാണ് മനുഷ്യർ. लेकिन प्रभु यीशु मसीह एक व्यक्ति के जीवन में आता है तो उसकी जिंदगी की हर एक क्षेत्र ज्योतिर्मय हो जाता है. യേശു ക്രിസ്തു ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നാൽ അവന്റെ ജീവിതത്തിലെ എല്ലാ കോണുകളും പ്രകാശത്താൽ നിറയപ്പെടുന്നു. हमारे जीवन में ऐसा नहीं? നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയല്ലേ? हाँ या ना? हेलो, प्रेज गॉड. तो प्रभु यीशु मसीह मनुष्य की ज्योति था. യേശു ക്രിസ്തു മനുഷ്യന്റെ വെളിച്ചമായിരുന്നു. सातवां बात, ഏഴാമത്തേത്, illuminating power of the scriptures is represented by light. ज्योति के द्वारा एक सातवां मतलब है परमेश्वर की वचन का प्रकाश. യേശു ക്രിസ്തുവിൻ ദൈവവചനത്തിന്റെ പ്രകാശം എന്നാണ് വെളിച്ചത്തെ പറ്റി അടുത്ത അർത്ഥം പറയുന്നത്. रोहन, भजन संहिता 119 के 105 बताओ. Come on. तेरा वचन, हाँ वही बोलो. ठीक है. परमेश्वर का वचन हमारे पांव के लिए दीपक है और हमारे मार्गों के लिए उजियाला है. നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. वही यशायाह 51 का 4. അതുതന്നെയാണ് യെശയ്യാ പ്രവചനം 51-ന്റെ 4-ാം വാക്യത്തിലും കാണുന്നത്. यशायाह 43 का 3. യെശയ്യാവ് 43-ന്റെ 3-ാം വാക്യത്തിലും അത് തന്നെ കാണുന്നു. सभोपदेश नीति वचन 6 का 23. സദൃശവാക്യങ്ങൾ 6-23. या इन सारे भागों में परमेश्वर का वचन हमको क्या करता है? प्रकाश देता है. ഈ ഭാഗങ്ങളിലെല്ലാം ദൈവത്തിന്റെ വചനം നമുക്ക് വെളിച്ചം നൽകുന്നു എന്ന് കാണുന്നു. फिलिपियों 2 का 15-16 में भी पौलुस ने बोला कि अंधकार भरी दुनिया में जीवन की वचन को मानते हुए तुम ज्योतिर सितारों की तरह चमकते रहते हो. ഫിലിപ്പി ലേഖനം 2-ന്റെ 15-ാം വാക്യത്തിൽ അന്ധകാരം നിറഞ്ഞ ലോകത്തിൽ വെളിച്ചം പകരുന്നവരായി നിങ്ങളായിരിക്കുന്നു എന്ന്. 8वीं बात, ज्योति का मतलब है द गाइडेंस ऑफ गॉड. परमेश्वर की अगुवाई को भी ज्योति कहता है. 8ാമത്തെ കാര്യം, വെളിച്ചം എന്നുള്ളത് ദൈവത്തിന്റെ നടത്തിപ്പിനെ കാണിക്കുന്നു. अय्यूब 29 का 3. ഇയ്യോബിന്റെ പുസ്തകം 29-ന്റെ 3. भजन 112 का 4. സങ്കീർത്തനങ്ങൾ 112-ന്റെ 4. यशायाह 58 का 10. യെശയ്യാവ് 58-ന്റെ 10. तो परमेश्वर की अगुवाई को दर्शाता है. ദൈവത്തിന്റെ നടത്തിപ്പിനെ അത് കാണിക്കുന്നു. इसराइलियों को भी मरुस्थल में कैसे चलाया? रात में अग्नि का खंबा बनकर. ഇസ്രായേൽ ജനത്തെ ഈ മരുഭൂമിയിൽ രാത്രി അഗ്നിത്തൂണായി ദൈവം നടത്തി. और 9वीं बात, 9ാമത്തെ കാര്യം, it shows the light represents the salvation of God. परमेश्वर की उद्धार को दर्शाता है. ദൈവത്തിന്റെ രക്ഷയെ വെളിച്ചം കാണിക്കുന്നു. पहला पत्रस 2 का 9. 1 പത്രോസ് 2-ന്റെ 9. 10वीं बात है, लाइट इज स्टैंडिंग फॉर द राइचियसनेस. धार्मिकता का प्रतीक है. പത്താമത്തെ കാര്യം, വെളിച്ചം എന്നുള്ളത് നീതിയെ കാണിക്കുന്നു. रोमियो 13 का 12. റോമാലേഖനം 13-ന്റെ 12. दूसरा कुरिन्थियों 11 का 14. 2 കൊരിന്ത്യർ 11-ന്റെ 14, 14 और 15. 15. पहला यूहन्ना 2 का 9 और 10. 1 യോഹന്നാൻ 2-ന്റെ 9, 10. और 11वीं बात है, 11ാമത്തെ കാര്യം, ज्योति का मतलब है परमेश्वर के गवाह. വെളിച്ചം എന്നുള്ളത് ദൈവത്തിന് സാക്ഷിയാകുക എന്നുള്ളതിനെ കാണിക്കുന്നു. मत्ती 5 का 14 और 16.
മത്തായി 5:14-16, यूहन्ना 5:35। യോഹന്നാൻ 5:35. और आखिरी में ये बोलकर समाप्त करूं कि 12वां बात है, लाइट स्टैंड्स फॉर द प्रॉस्पेरिटी एंड जनरल वेलबीइंग, कि हर एक प्रकार की वृद्धि और लोगों का आम तौर पर की कुशलता। വെളിച്ചം എന്നുള്ളത് 12ാമത്തെ അർത്ഥം ഇങ്ങനെ കാണുന്നു: ജൈവജനത്തിനുള്ള എല്ലാ വിധത്തിലുള്ള അനുഗ്രഹങ്ങളും സന്തോഷവും. एस्तेर 8:16, എസ്തേർ 8:16, अय्यूब 18:18, ഇയ്യോബ് 18:18, यशायाह 58:8, 9 और 10। യെശയ്യാവ് 58:8-10 വരെ. मतलब हर प्रकार की मंगलमय अवस्था को ज्योति के द्वारा दर्शाया। എല്ലാ വിധത്തിലുള്ള നന്മകൾ നിറഞ്ഞ അവസ്ഥയെ വെളിച്ചം കാണിക്കുന്നു. शांति, तसल्ली और आरोग्यता, चंगाई, आनंद, ये सब प्रकार की वेलबीइंग। എല്ലാ വിധത്തിലുള്ള സന്തോഷം, സമാധാനം, സൗഖ്യം ഇതിനെയെല്ലാം കാണിക്കുന്നു. तो प्रभु यीशु मसीह ने कहा, जगत की ज्योति मैं हूं। യേശു ക്രിസ്തു പറഞ്ഞു, ലോകത്തിന്റെ വെളിച്ചം ഞാനാകുന്നു. तब ये सारी बातें उसमें शामिल है। ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതിൽ ഉൾപ്പെട്ടിരിക്കുന്നു. प्रभु यीशु मसीह ने इन तमाम अनुभवों से हमें अब तक ले आया है। യേശു ക്രിസ്തു ഈ എല്ലാ അവസ്ഥയിലും കൂടെ നമ്മെ കൊണ്ടുവന്നു. तो प्यारो, उस यीशु को इवन कलवरी के क्रूस पर या फिर कब्रिस्तान में भी अंधकार की शक्ति उसे दबा नहीं सकी। ആ യേശു ക്രിസ്തുവിനെ കാൽവറിയിലും കല്ലറയിൽ പോലും അടക്കി വെക്കുവാനായി പിശാചിന് കഴിഞ്ഞില്ല. अंधकार की ताकत मसीह के सामने परास्त हुआ। അന്ധകാര ശക്തികൾ യേശു ക്രിസ്തുവിന്റെ മുമ്പിൽ പരാജയപ്പെട്ടു. अगर जगत का ज्योति प्रभु यीशु मसीह हमारे संग है, तो अंधकार की कोई शक्ति हमें भी पराजित नहीं कर सकेगी। ലോകത്തിന്റെ വെളിച്ചമായ യേശു ക്രിസ്തു നമ്മുടെയും ജീവിതത്തിലുണ്ടെങ്കിൽ യാതൊരു വിധമായ അന്ധകാര ശക്തികളും നമ്മെ പരാജയപ്പെടുത്തുവാൻ കഴിയുകയില്ല. चाहे शैतान, दुष्ट आत्माएं, जादू टोनाएं, पाप की शक्ति, सांसारिकता की ताकत, कुछ भी हमारे ऊपर प्रबल नहीं होंगे, क्योंकि यीशु मसीह जगत की ज्योति हमारे संग है। പിശാചോ പിശാചിന്റെ പ്രവൃത്തികളോ മന്ത്രവാദങ്ങളോ പാപത്തിന്റെ ശക്തികളോ ഒന്നിനും നമ്മെ പരാജയപ്പെടുത്തുവാൻ കഴിയുകയില്ല, നാം യഥാർത്ഥമായും വെളിച്ചത്തിന്റെ മക്കളാകുന്നുവെങ്കിൽ. इसलिए है भजनगार ने बोला, यहोवा मेरा। भजन संहिता 27 का पहले में क्या बताया है? अगर परमेश्वर यहोवा हमारा ज्योति है, तो हमें किसी चीज से डरने का नहीं है। സങ്കീർത്തനം 27 കാണുന്ന പോലെ യഹോവ നമ്മുടെ വെളിച്ചവും നമ്മുടെ രക്ഷയുമാകുന്നതുകൊണ്ട് നമുക്കൊന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. किसी से न डरते हुए जय की उत्सव में इस जगत की ज्योति हमें ले चलेंगे। ഒന്നിനെയും ഭയപ്പെടാതെ ജയത്തിന്റെ ഉത്സവത്തിലേക്ക് ഈ ലോകത്തിന്റെ വെളിച്ചം നമ്മെ നയിക്കട്ടെ. और अंतिम तौर पर वो ज्योति प्रकट होंगे, तो हम भी उसी से प्रकाश पाकर ये सूरज चांद सितारों की जरूरत के बिना एक आनंद राज्य में मसीह के संग रहेंगे। അവസാന സമയത്ത് ആ ലോകത്തിന്റെ വെളിച്ചം പ്രകടമാകുമ്പോൾ നാമും വെളിച്ചം നിറഞ്ഞവരായി ഈ ഭൂമിയിലെ സൂര്യനോ ചന്ദ്രനോ ആവശ്യമില്ലാത്ത പ്രകാശങ്ങളെ വഹിച്ചുകൊണ്ട് നമുക്കും കർത്താവിനോടൊത്തു വാഴാം. नई आकाश, नई पृथ्वी प्रकट होने वाला है। പുതിയ ആകാശവും പുതിയ ഭൂമിയും പ്രകടമാകുവാനുള്ള സമയം उसमें ആസന്നമായിരിക്കുന്നു. सूरज चांद सितारे नहीं होंगे, അതിൽ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളുമില്ല. परंतु ये परमेश्वर की मेमना यीशु मसीह ही उसकी ज्योति होगा। ദൈവത്തിന്റെ കുഞ്ഞാടായ ക്രിസ്തു തന്നെയാണ് അവിടുത്തെ വെളിച്ചം. हम भी चांद की तरह उस मसीह से ज्योति पाकर चमकते रहेंगे, നാമും ചന്ദ്രനെ പോലെ ആ ക്രിസ്തുവിൽ നിന്ന് വെളിച്ചത്തെ പ്രാപിച്ചുകൊണ്ട് പ്രകാശിക്കുന്നവരാകും. और वहां रात नहीं है, അവിടെ ഇരുട്ടില്ല, वहां की फाटक कभी बंद नहीं होता है। അവിടുത്തെ വാതിലുകൾ ഒരിക്കലും അടയുകയില്ല. परमेश्वर के साथ बिना अंधकार का उस युग में हम अनंत काल तक रहने की आशा में जयवंत जीवन बिताएं। प्रभु इन वचनों के द्वारा हमें आशीषित करें। ദൈവത്തോടൊത്ത് അന്ധകാരമില്ലാത്ത നിത്യവാസത്തിനായി നമ്മെ തന്നെ ഒരുക്കാം. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ സഹായിക്കട്ടെ.